മന്ത്രിപദവിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പരോക്ഷമായി വിമർശിച്ച് മാണി സി കാപ്പൻ. ഒരു MLA മാത്രമുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ ഒരു ഘടകകക്ഷി എതിർത്തു. കിട്ടിയ അവസരം മുതലാക്കി കോൺഗ്രസ് 12 മന്ത്രിസ്ഥാനങ്ങൾ സ്വന്തമാക്കിയെന്നും UDF-ൽ കൂടുതൽ സുതാര്യത വേണമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതൽ ആളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 ആക്കി, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ടീം UDF എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേണ്ടിയതായിരുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയായി. ഞാൻ അതിനോട് ഒത്തുചേർന്നു. എനിക്കിപ്പോൾ പരാതികളില്ല, പ്രശ്നങ്ങളുമില്ല. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹാൻസേ, ഗുഡ് മോർണിംഗ്. ഇപ്പം അതായത് മാണി സി കാപ്പൻ ഇപ്പോഴും ആ നീരസം പറയുന്നു അല്ലേ? അതുതന്നെയാണ് സേതു. മാണി സി കാപ്പൻ്റെ അതൃപ്തി ഇതുവരെ മാറിയിട്ടില്ല. ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ടേം വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അനൂപ് ജേക്കബിന് 2.5 വർഷം നൽകിയതിന് ശേഷം ബാക്കി 2.5 വർഷം തനിക്ക് നൽകാം എന്നുള്ളൊരു സമവായത്തിലേക്ക് എത്തി. അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് പറയുമ്പോൾ പോലും ഘടകകക്ഷികളിൽ ഒരാളെ കുത്തുകയാണ് മാണി സി കാപ്പൻ ചെയ്യുന്നത്. കാരണം 7 സീറ്റുകൾ ലഭിച്ച് അല്ലെങ്കിൽ 7 MLA-മാരെ ലഭിച്ച് നിയമസഭയിലേക്ക് പോകുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് അവർക്ക് നൽകിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒറ്റ സീറ്റ് മാത്രമുള്ള ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകരുത് എന്നുള്ളൊരു നിലപാട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചു. അതുകൊണ്ടാണ് തനിക്ക് ഈ മന്ത്രിസ്ഥാനം ലഭിക്കാതിരുന്നത് എന്നുള്ളൊരു അതൃപ്തിയാണ് പരസ്യമായി തന്നെ ഇത്തരത്തിൽ മാണി സി കാപ്പൻ പറയുന്നത്. പക്ഷേ അത് ഏത് ഘടകകക്ഷിയാണെന്ന് അദ്ദേഹം നേരിട്ട് പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും അത് ജോസഫ് വിഭാഗത്തിന് എതിരെ തന്നെയാണ്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് 11 സീറ്റുകൾ ലഭിക്കേണ്ട അല്ലെങ്കിൽ 11 മന്ത്രിസഭാ സീറ്റുകൾ ലഭിക്കേണ്ട കോൺഗ്രസ് അത് 12 സീറ്റുകളായി ഉയർത്തി. അവർ ആ സാഹചര്യം മുതലെടുത്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. കാരണം മുഖ്യമന്ത്രി നേരിട്ട് തന്നോട് സംസാരിക്കുകയും മന്ത്രിസ്ഥാനം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ആണ് താൻ ഒരു ഇളവിന് തയ്യാറായത്. അനൂപ് ജേക്കബിൻ്റെ വകുപ്പ് തന്നെ തനിക്ക് 2.5 വർഷത്തിന് ശേഷം ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി നടത്തും എന്നുകൂടിയാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. പക്ഷേ ചെറിയൊരു രീതിയിലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു.